നമസ്കാരം. കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് യേശുദേവന്റെ ജനനത്തെക്കുറിച്ച് അസഭ്യം പറയുകയും അവഹേളിക്കുകയും ക്രിസ്ത്യൻ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്ത വസീം അൽ ഹിക്കാമി എന്ന് പറയുന്ന ഇസ്ലാമിക മതപ്രഭാഷകൻ നടത്തിയ പ്രസംഗം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനാ നിലക്ക് ആശംസ കൊടുക്കുന്നത്, ഗ്രീറ്റിംഗ്സ് കാർഡ് കൈമാറുന്നത്, ചാറ്റിംഗ് അയക്കുന്നത്, SMS കൊടുക്കുന്നത്, കേക്ക് മുറിക്കുന്നത്, പുൽക്കൂടുണ്ടാക്കുന്നത്, ബാൻഡും ചാട്ടവും ആഭാസവും ഒക്കെയായി നടക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. മുസ്ലിം ആ കാര്യത്തെ യഥാർത്ഥ വിധത്തിൽ അവരെ ചിന്തിക്കുന്നില്ലല്ലോ. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിലൊരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? നമ്മുടെ ഉപ്പാക്കൊരു മകനുണ്ട്, അവിഹിതത്തിലൊരു മകനുണ്ട് എന്ന് പറയുന്ന ആളുകളോട് നമ്മൾ അവരുടെ ആഘോഷത്തിൽ കൂടുക, അതിന്റെ പേരിൽ അവരെ ആഘോഷം സംഘടിപ്പിക്കുക, അവരെ വീട്ടിലിരുത്തി സൽക്കരിക്കുക. നമ്മൾ അതിനെതിരെ നിരവധി ആളുകൾ പരാതിപ്പെട്ടിട്ടും കാര്യമായ ഒരു നടപടിയും ഉണ്ടായില്ല. അതിനാൽ ഈ വിഷയത്തിൽ കേരള DGPക്കും തുടർന്ന് എറണാകുളം സൈബർ ക്രൈമിലും ഞാൻ പരാതി നൽകിയിരുന്നു. പക്ഷേ പിണറായി പോലീസിന്റെ മൃദു സമീപനത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടും കാര്യമായ നടപടി ഒന്നും ഉണ്ടാകാതിരുന്നത് കൊണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ സമീപിച്ചു. എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ നേരിട്ട് ഹാജരായി പരാതി ബോധിപ്പിച്ചപ്പോൾ ഈ വിഷയത്തിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കി, ഈ വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കോടതി ഉടനെ തന്നെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിടുകയും അതിനുശേഷം പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഉടനെ തന്നെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടുള്ള ബഹുമാനപ്പെട്ട കോടതിയോട് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവരുടെയും മുഴുവൻ ജനങ്ങളുടെയും നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുക. PC ജോർജിന്റെ വിഷയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും തിടുക്കത്തിൽ അന്വേഷണം നടത്താൻ പോലീസ് കാണിച്ച സമീപനവും യേശുദേവനെ അപമാനിച്ച വസീം അൽ ഹിക്കാമി അയാൾക്കെതിരെ നടപടി എടുക്കാത്തതിനാൽ കോടതിയെ സമീപിക്കേണ്ടി വന്ന അവസ്ഥയും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് PC ജോർജിനും വസീം അൽ ഹിക്കാമിക്കും ഇവിടെ ഇരട്ട നീതി നടപ്പിലാക്കുന്നത്? യേശുദേവനെ അവഹേളിച്ച ആ വ്യക്തിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ ഇടത് വലത് പാർട്ടികൾ തയ്യാറായോ? അവലും മലരും കുന്തിരിക്കവും വാങ്ങി കരുതി വെച്ചോളാൻ അവർ പറയുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു വിപത്തിനെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. മതനിന്ദയ്ക്കെതിരെ മുറവിളി കൂട്ടുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും സാംസ്കാരിക നായകന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതവികാരങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയും യേശുദേവനെ അവഹേളിച്ച വസീം അൽ ഹിക്കാമിക്ക് അർഹിക്കുന്ന ശിക്ഷ നേടിക്കൊടുക്കുന്നത് വരെയും ഈ കേസുമായി മുമ്പോട്ട് പോകും. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.